നമസ്കാരം. കഞ്ചാവ് കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോയിപ്പുറം വരയാന്നൂർ സ്വദേശി MK സുരേഷ് എന്ന മധ്യവയസ്കനാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരമാസകലം മർദ്ദിച്ചതായി പരാമർശം ഉണ്ട്. മരണത്തിൽ ദുരൂഹത ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. മാർച്ച് 16-ാം തീയതി കഞ്ചാവ് ബീഡി വലിച്ചെന്ന സംശയത്തിന്റെ പേരിൽ സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച ഇയാളെ 19-ാം തീയതി വീണ്ടും കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. പിന്നീട് 22-ാം തീയതി കോന്നിയിലെ ആളൊഴിഞ്ഞ തോട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സുരേഷിനെ കണ്ടെത്തിയത്. 3 പോലീസുകാരെത്തി മകനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് സുരേഷിന്റെ അമ്മ പറയുന്നത്. യൂണിഫോമിലായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 3 പേര് യൂണിഫോമിലായിരുന്നു. അവനെ വന്ന് വിളിച്ചു, അവനും കൂടെ പോയി. അമ്മ ഒന്നും ചോദിച്ചില്ലേ? ഞാൻ പോലീസുകാരായോണ്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല. പോലീസുകാരുടെ വേഷത്തിലായോണ്ട് അവനെ കയറി വിളിച്ചപ്പോ ഞാൻ ഓർത്തു അപ്പൊ ഇവനെ ഇങ്ങനെ പോലീസുകാർ വിളിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്യാൻ പതിവുണ്ട്. അങ്ങനാന്നാ ഞാൻ വിചാരിച്ചേ. പിന്നെ മോൻ തിരിച്ചു വന്നില്ല. പിന്നെ എങ്ങനെ അമ്മ എപ്പോഴാണ് കാണാതെ വന്നപ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കി. അവര് പറഞ്ഞോളൂ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെ പലയിടത്തോട്ട് എല്ലായിടത്തും പോയി പിന്നെ അന്വേഷിച്ചു. അന്നേരം പത്തനംതിട്ട മോർച്ചിൽ ഇരിപ്പുണ്ട് ഒരു 2 ശവമെന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടി. പിന്നെ അവന്റെ ഇളയവനുണ്ടായിരുന്നു, അവനിപ്പം വരും. അവൻ പോയി തിരക്കി അവനെ കൊണ്ടുവന്നു, ശവം കൊണ്ടുവന്നു. മരിച്ച മോന്റെ പേരെന്താണ്? മരിച്ചവന്റെ പേര്, അവന്റെ പേര് ബാബു എന്നാ വീട്ടിൽ വിളിക്കുന്നത്. സുരേഷ് നായർ എല്ലാരും അറിയപ്പെടുന്ന പേര്. ഭാര്യയും മക്കളൊക്കെ ഉണ്ടോ? ഞാൻ 4 പിള്ളേരും ഒരു ഭാര്യയുണ്ട്. പോലീസ് തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സുഹൃത്തിനോട് പറഞ്ഞുവെന്നും കുടുംബം ആരോപിക്കുന്നു. സുരേഷിന്റെ വാരിയലുകൾ ഒടിഞ്ഞതായും ശരീരം ആസകലം ചൂരൽ കൊണ്ട് അടിച്ച പാടുണ്ടായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പോയവരുണ്ട്, ഇതിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയണം. ഇവിടെ മരണപ്പെടാൻ ഇവിടെ ഇത്രയും സ്ഥലങ്ങളുണ്ട്. 38-40 കിലോമീറ്റർ അത് പോയി അവിടെ പോയി തൂങ്ങേണ്ടതായ യാതൊരു കാരണവും അങ്ങനെ സംബന്ധിച്ചുണ്ടാകുന്നില്ല. അതൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. വിളിച്ചുപോയ 3 പേരെ പറ്റി ചേട്ടന് വല്ല അറിവോ കാര്യങ്ങളോ? വിളിച്ചുപോയവരെ പറ്റി എനിക്ക് അറിവില്ല. പക്ഷേ ഇവിടെ അതാരാന്ന് എനിക്കും അറിയേണ്ടത്. എനിക്കറിയാൻ വയ്യ ആരാന്ന്. സംശയം ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞില്ല. എൻ്റെ ഏട്ടനല്ല നഷ്ടപ്പെടുക, എനിക്ക് അറിയാമില്ല. ഈ ബോഡി കിട്ടിയപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ എന്താണെന്ന് ബോഡിയിൽ കണ്ടത്? ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ അവൻ്റെ ചന്തിക്ക് 4 അടി 2 സഞ്ചിയിലോട്ട് അടിച്ച് പൊട്ടിയിട്ടുണ്ട്. അവിടെ പിന്നെ 6-ാം നില ഇവിടെ ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കണ്ണിന്റെ ഈ ഭാഗത്ത് അടിയുണ്ട്. പിന്നെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മർദ്ദനത്തിന്റെ ഒക്കെ ഉണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായി മർദ്ദിച്ചതിന്റെ വിവരങ്ങൾ ഉണ്ടായിട്ടും സുരേഷിന്റെ മരണം ആത്മഹത്യയാക്കി ഒതുക്കി തീർക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. കോയിപ്പുറം പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് സുരേഷിന്റെ കുടുംബം. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. മറ്റു വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഈ വേനലവധിക്കാലം ആഘോഷിക്കൂ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിനൊപ്പം. ഹാപ്പി ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽട്ടർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് pH മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തുല്ലസിക്കാം. നിറം ഹൗസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന 5D തിയേറ്റർ, കടലനുഭവം പകരുന്ന വേവ് പൂൾ, കുടുംബസമേതം ആർത്തുല്ലസിക്കാൻ ഫാമിലി പൂൾ, ഗോസ്റ്റ് വില്ല, ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമന്യേ ആർത്തുല്ലസിക്കാം. വരൂ, ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം. ഹാപ്പി ലാൻഡ്, വെമ്പായം, തിരുവനന്തപുരം.